കട്ടപ്പന ഇരട്ട കൊലപാതക കേസിലെ രണ്ടാം പ്രതി വിഷ്ണുവിനെ കട്ടപ്പന കോടതിയിൽ ഹാജരാക്കി. തന്നെ കേസിൽ മാപ്പുസാക്ഷിയാക്കണമെന്നാവശ്യപ്പെട്ട് വിഷ്ണു തൊടുപുഴ CJM കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. ഇത് പരിഗണിച്ച് മൊഴി രേഖപ്പെടുത്താനാണ് വിഷ്ണുവിനെ കോടതിയിൽ ഹാജരാക്കിയത്. കൊലപാതകം, മോഷണം എന്നീ കേസുകളിൽ മാപ്പുസാക്ഷിയാക്കാനാണ് വിഷ്ണു അപേക്ഷ നൽകിയിരിക്കുന്നത്. ആദ്യ ദിവസം 2 കൊലപാതക കേസുകളുടെ മൊഴിയാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അർച്ചന ജോൺ ബ്രിട്ടോ രേഖപ്പെടുത്തിയത്. അടുത്ത ദിവസം മോഷണ കേസുകളുടെ മൊഴി രേഖപ്പെടുത്തും. വിഷ്ണുവിന് വേണ്ടി അഡ്വക്കേറ്റ് PA വിൽസൺ ഹാജരായി. കേസിലെ മുഖ്യപ്രതി പുത്തൻപുരയ്ക്കൽ നിതീഷ് രാജനെതിരെ വിഷ്ണുവിന്റെ മൊഴി നിർണായകമാകും. വിഷ്ണുവിന്റെ പിതാവിനെ കൂടാതെ സഹോദരിയുടെ നവജാത ശിശുവും കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ മാർച്ച് 2-ന് കട്ടപ്പന നഗരത്തിലെ വർക്ക്ഷോപ്പിൽ നടന്ന മോഷണത്തിൽ വിഷ്ണുവും നിതീഷും പിടിയിലായതോടെയാണ് ഇരട്ടക്കൊലയുടെ ചുരുൾ അഴിയുന്നത്. ആഭിചാര ക്രിയകൾ നടത്തിയിരുന്ന ആളായിരുന്നു നിതീഷ്. 2016 ജൂലൈയിലാണ് നവജാത ശിശുവിന്റെ കൊലപാതകം നടന്നത്. 2023 ഓഗസ്റ്റിലാണ് വിജയനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. വിജയന്റെ മൃതദേഹ അവശിഷ്ടം കണ്ടെത്തിയെങ്കിലും കുട്ടിയുടെ മൃതദേഹം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല.